ദിനവൃത്താന്ത പുസ്തകം 34 അധ്യായം 27 വാക്യം. 2 ദിനവൃത്താന്ത പുസ്തകം 34 അധ്യായം 27 വാക്യം. ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ അവന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്യുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ അവൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിരുത്തി ഒന്ന് വായിക്കുമ്പോൾ ഇവിടെ ശുഭപ്രവ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴ്ത്തി സമർപ്പിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചായിരുന്നു താൻ സംസാരിച്ചത്. തന്നെ താൻ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തും. എനിക്ക് ഇന്ന് പകലിൽ 3 തലമുറ 3 തലമുറയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇത് ഈ മകൻ്റെ മുമ്പിൽ ഒരപ്പനുണ്ട്, ആ അപ്പൻ്റെ മുമ്പിൽ വേറൊരപ്പനുണ്ട്. അങ്ങനെ 3 തലമുറ സ്തോത്രം നമ്മുടെ മുമ്പിലെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇവൻ്റെ പേര് യോശിയാവെന്ന്. താൻ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് തനിക്ക് 8 വയസ്സുള്ള യോശിയാവ് രാജകീയ ഭരണം ഏറ്റെടുത്തു. അവൻ ഒരു രാജ്യത്തെ ഭരിക്കാൻ തുടങ്ങി. നല്ല പോലെ പ്രവർത്തികൾ തൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാം ചെയ്ത പോലെ നല്ല വഴികളിലൂടെയെല്ലാം അവൻ സഞ്ചരിപ്പാൻ ഇടയായിത്തീർന്നു. നല്ലത് പ്രവർത്തിച്ച് ദൈവത്തിനു വേണ്ടി സുഗ്രാഹ്യമായതെല്ലാം ചെയ്തു. അവൻ്റെ അപ്പനായിരിക്കുന്ന ആമോൻ ചെയ്ത പ്രവർത്തികളെ അവൻ തച്ചുടച്ചു കളഞ്ഞു. അതായത് അന്യ ദൈവങ്ങളെ സേവിക്കുന്ന, വിഗ്രഹങ്ങളെ സേവിക്കുന്ന, ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന, അശേര പ്രതിഷ്ഠകളെ സേവിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം യോശിയാവ് അല്ലെങ്കിൽ രാജകീയ ഭരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ രാജ്യത്തിൽ നിന്നല്ല അതെല്ലാം തുടച്ചു മാറ്റുവാൻ ഇടയായിത്തീർന്നു. അവനതെല്ലാം തുടച്ചു മാറ്റി. ആ പട്ടണത്തിൽ നിന്ന്, ആ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ വരെ ഇവൻ്റെ അപ്പൂപ്പൻ മനശ്ശെ വെച്ചിരുന്ന വിഗ്രഹങ്ങൾ, അതായത് യെരൂശലേം ദൈവാലയത്തിൽ പോലും അന്യ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചൊരു വ്യക്തിത്വമായിരുന്നു ഇവൻ്റെ അപ്പൂപ്പൻ. സ്തോത്രം. അപ്പൻ്റെ അപ്പൻ മനശ്ശയുടെ മകൻ ആമോൻ, ആമോൻ്റെ മകൻ യോശിയാവ്. അങ്ങനെ 3 തലമുറകൾ. എന്നാൽ ഇവിടുത്തെ സാഹചര്യം നമ്മൾ വായിച്ചു കേട്ടത്, അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി. അവൻ വസ്ത്രം കീറി, അവൻ നിലവിളിച്ചു, അവൻ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. സ്വർഗത്തിലെ ദൈവത്തിന് അവനോട് മനസ്സലിവ് തോന്നി. അതിന്നും സംഭവിക്കുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം BC-യിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്നും സംഭവിക്കുന്നുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഏതൊരു വ്യക്തിത്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ പൊട്ടിക്കരയാൻ, തന്നെത്താൻ താഴ്ത്താൻ ഏത് സമയത്തൊരുക്കപ്പെടുന്നുവോ ആ സെക്കൻഡ് മുതൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെയും ചിന്തിച്ചു. ഈ താഴ്ത്തി സമർപ്പിക്കുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആഹാബ് രാജാവ് നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ചീരത്തോട്ടമാക്കുവാൻ അവൻ സമ്മതിക്കാതെ ഇരുന്നപ്പോൾ അവൻ്റെ പൂർവ്വ പിതാക്കന്മാരുടെ കല്ലറയുള്ള ആ സ്ഥലം വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ ആഹാബിൻ്റെ ഭാര്യയായിരിക്കുന്ന ഇസബേല് ചില നീചന്മാരായ വ്യക്തിത്വങ്ങളെ അവനെതിരെ നിരത്തി അവനെ കൊന്നുകളയാൻ ഇടയായിത്തീർന്നു. കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു.
അങ്ങനെ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ആമേ സ്തോത്രം ഏലീശ പ്രവാചകൻ ഇവൻ്റെ ഈ അടുക്കൽ കടന്നു ചെന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, നീ കൊല ചെയ്തുവോ, നീ ദോഷം പ്രവർത്തിച്ചുവോ എന്നൊക്കെ ചോദിച്ച് ഇവനെ ബോധവൽക്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവം അനർത്ഥങ്ങൾ അയക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത്, ഒരു കൊലപാതകം അനുഷ്ഠിക്കുന്നവൻ അവൻ്റെ ഭാര്യയും ചേർന്ന് ഒരുത്തനെ നിഗ്രഹിച്ചപ്പോൾ അവൻ ആ ചെയ്ത കൃത്യം അവൻ ഓർമ്മ വന്നു. അവൻ ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ പരിശുദ്ധ ദൈവം അവനോട് പറഞ്ഞു, ഇത് വരും, ചെയ്ത തെറ്റിന് ശിക്ഷയുണ്ട്, പക്ഷെ നിന്റെ കാലത്ത് വരത്തില്ല, നിന്റെ മകൻ്റെ കാലത്ത് അതെന്ത് ചെയ്യും? വരും എന്ന് പറഞ്ഞ് കുറച്ച് കാലത്തേക്ക് അവനെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെതായ ഏതു മേഖലകളിലും ഞാനെന്നുള്ള അനുഭവത്തെ വിട്ടുകളഞ്ഞ് തന്നെത്താനൊന്ന് താഴ്ത്തി നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തെറ്റിക്കിടക്കുന്നത്, എവിടെയാണ് പ്രാർത്ഥിച്ചിട്ടും പല വിഷയങ്ങൾ നടക്കാതിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഞാനെന്ന സ്വയത്തമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ വിഷയത്തെ നടത്തി തരാതിരിക്കുന്നത്. നമ്മളൊന്ന് ഉടഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ. കുശവനോട് കളിമണ്ണ് തന്നെ എന്തു ചെയ്യാൻ പോകുന്നു എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. കുശവന് ഇഷ്ടമുള്ളതുപോലെയാണ് പണിതെടുക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കുശവൻ്റെ കയ്യിലെ കളിമണ്ണാണോ, മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കരിങ്കല്ലിൻ്റെ പാറയോ അല്ലെങ്കിൽ ഉടയാത്തൊരു കട്ടയോ ആണോ? കുശവൻ എത്ര ശ്രമിച്ചിട്ടും അത് ചക്രത്തിൽ വെച്ച് പണിയാൻ ഇതുവരെയും പണിക്ക് കയറ്റാൻ പറ്റാത്ത നിലവാരത്തിൽ ഉടയാതിരിക്കുന്ന ഒരു മൺകട്ടയാണോ നമ്മൾ, അല്ലെങ്കിൽ കല്ലിൻ്റെ കട്ടയാണോ നമ്മൾ എന്ന് ഇന്ന് രാത്രിയിലും തിരിഞ്ഞു നോക്കണം. മൺകട്ടയാണെങ്കിൽ സ്തോത്രം അതൊന്ന് ഉടയാൻ തക്ക വിധത്തിൽ നമ്മളൊന്ന് ഒരുക്കപ്പെടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെ തന്നെ ഞാനെന്ന അനുഭവം എന്ന് ഇടിഞ്ഞു താഴുന്നുവോ അപ്പോഴേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. നമ്മളെല്ലാവരും ആത്മീകരാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്നത് കേൾക്കാനും നിത്യതയിൽ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാ. പലപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ജഡത്തിൽ കുടികൊള്ളുന്ന പാപമാണ്. ഇതിൽ പാപമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. പാപമുണ്ട്, ഈ ജഡത്തിൽ പാപമുണ്ട്. പലരും സ്തോത്രം എന്നോട് പറയാറുണ്ട്, പാസ്റ്റേ കഴിഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടായ വിഷയം ചെറുതൊന്നും ആയിരുന്നില്ല. ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ജീവനുള്ള ദൈവത്തെ സ്തുതിച്ച് പ്രസാദിപ്പിച്ച് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ വിഷയം ചെറുതല്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൽ പാപമുണ്ട്. ജഡത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ഇന്ദ്രിയ ജയം പ്രാപിക്കാൻ പറ്റാതെ വരുമ്പോൾ പ്രാപിക്കേണ്ടവൻ അല്ലെങ്കിൽ പ്രാപിക്കേണ്ടവനെ പ്രാപിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അകത്തളത്തിൽ വസിക്കേണ്ട പരിശുദ്ധാത്മാവ് വസിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജഡത്തിലെ സ്വയം എഴുന്നേറ്റ് വരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമക്കളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, രണ്ട് വ്യക്തിത്വങ്ങൾ ദൈവത്തിന് വഴിപാടുമായി കടന്നു പോകുകയാണ്. ഈ വഴിപാടിൽ ഒരുത്തൻ്റെ വഴിപാട് ദൈവം പ്രസാദിച്ചു. പിറ്റേ സമയത്താണ് കൊലപാതകം നടക്കുന്നത്. ഒരു കൊലപാതകം നടക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള യാഗങ്ങളൊന്നും തന്നെയല്ല, ദൈവം തന്നെ നേരിട്ട് പ്രസാദിക്കുന്ന കാലഘട്ടത്തിലാണ്. സ്തോത്രം. ചരിത്രം പറയുന്നത് 4 പേരുടെ പേരുകളാണ് അവിടെ നമ്മൾ ഉദ്ധരിക്കുന്നത്. ആദം, ഹവ്വ, കൈൻ, ഹാബേൽ. ദൈവം കൈനോടൊക്കെ നേരിട്ട് സംസാരിക്കുന്നു, ഹാബേലിനൊക്കെ നേരിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ഈ ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധം പുലർത്തി വീട്ടിൽ ചെന്നപ്പോൾ സംഭവിച്ചത് ഒരുത്തൻ എന്ത് ചെയ്തു? കൊന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സാഹചര്യം പോലെ അല്ല. അന്നത്തെ സാഹചര്യം ഡയറക്റ്റ് ദൈവവുമായിട്ട് ബന്ധം പുലർത്തി വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരൻ എന്ത് ചെയ്തു?
കൊന്നു. തിരുവഴുത്തിൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരിക്കുന്നത് ഒരമ്മയുടെ മക്കൾ, ഒരപ്പൻ്റെ മക്കളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ആത്മീക ജീവിതം നയിക്കുന്നവർക്ക് നേരിട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോളണം, കണക്കെടുത്ത് നോക്കണം. ഉൽപ്പത്തി മുതലേ ഇങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് പുറത്തു നിന്നല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം, അകത്തു നിന്നായിരുന്നു. അകത്തു നിന്നായിരുന്നു ഏറെക്കുറെ പ്രശ്നങ്ങൾ. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിച്ചോളണം. കാരണം പിശാച് പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് മാനസികമായിട്ട് ആത്മീക ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിത്വത്തിനും ഏറ്റവും അധികമായിട്ട് മാനസിക വിഷമങ്ങൾ ഉളവാകുവാൻ തക്ക വിധത്തിലുള്ളൊരു ആയുധമാണ് സാത്താൻ നോക്കുന്നത്. കണ്ടോ പ്രിയ മക്കളെ? സ്തോത്രം. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീണതാണ് ഏശാവും യാക്കോബും. ബദ്ധ ശത്രുക്കളായിട്ടാണ് ഏറിയ വർഷങ്ങളോളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവൻ എന്തു ചെയ്യും? കൊല്ലും. ഒരപ്പൻ്റെ മക്കളാണ് ജോസഫും തന്നോട് കൂടെയുള്ള ബാക്കി 10 സഹോദരന്മാരും. സ്തോത്രം. അതിന് ഇപ്പുറമായിട്ട് ജോസഫിൻ്റെ കുഞ്ഞ് അനിയനും കൂടിയുണ്ട്. സ്തോത്രം. അങ്ങനെ സ്തോത്രം 10 സഹോദരന്മാരും ജോസഫിനോട് നല്ലൊരു സ്നേഹത്തിൽ പെരുമാറുന്നവരല്ല, വളരെ ദോഷത്തോടുകൂടി സ്തോത്രം പ്രവർത്തിക്കുന്നവരായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരന്മാരിൽ നിന്ന് വലിയ തിക്താനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഇത് കുറവുകൾ സംഭവിക്കുന്നവരെ സാത്താൻ കരത്തിൽ വഹിക്കും. പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുകളുള്ളവനെ പിശാച് നോക്കും, ന്യൂനത നോക്കിയിട്ട് അവൻ പിടിക്കും. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗങ്ങൾ ഇരപിടിക്കാൻ വേണ്ടി നൂറുകണക്കിന് കാട്ടുപോത്തുകൾ, നൂറുകണക്കിന് പുള്ളിമാനുകൾ, നൂറുകണക്കിന് സ്തോത്രം ആടുമാടുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് ബലഹീനമായതിനെയാണ് ശത്രു അല്ലെങ്കിൽ അടുത്ത മൃഗം സ്തോത്രം സിംഹമോ സ്വതം പുലിയോ കരടിയോ ഒക്കെ നോക്കുന്നത് ഇതിൽ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുന്നതല്ല, ഓട്ടത്തിൽ മുടന്തുള്ളതിനെ നോക്കും, കുറവുള്ളതിനെ നോക്കും, കുഞ്ഞിനെ നോക്കും, അവന് വേഗത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന തലത്തിൽ. ഇതുപോലെ തന്നെയാണ് പ്രിയമക്കളെ സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി എന്ത് ചെയ്യുക? ചുറ്റും നടക്കുക. പ്രാർത്ഥന കുറവ് ഉള്ളവനെ പെട്ടെന്ന് കയറി ക്യാച്ച്, അവനെ തൻ്റെ കരത്തിൽ വഹിക്കും, അവനെ ഉപയോഗിച്ച് തുടങ്ങും. ആ കാലഘട്ടത്തിലെ യേശുവിൻ്റെ കാലഘട്ടത്തിലെ ട്രഷറർ ആയിരുന്നു ആര്? യൂദ. സ്തോത്രം. ഇവന് പിടിപ്പിത് പണിയാ. സ്തോത്രം. കണക്കുകളെല്ലാം എഴുതി വെക്കണം. എന്തെങ്കിലും തിരിമറകളൊക്കെ കാണിച്ചിരുന്ന ആ കണക്കുകളെല്ലാം തിരുത്തി എഴുതി വെക്കണം. സ്തോത്രം. പൈസയുടേതായി ഏറ്റക്കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവൻ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ശ്രദ്ധിക്കുന്നത് പണപരമായ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ സ്തോത്രം പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പ്രാർത്ഥിക്കുമ്പോൾ പോലും യൂദക്ക് കാര്യമായ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ സമയമില്ല. യൂദയുടെ ശ്രദ്ധ എല്ലാം ദ്രവ്യത്തിലായിരുന്നു. സ്വതം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ ബലഹീനതയെ ശത്രു നോക്കിക്കൊണ്ടിരുന്നു, അവനെ പിടിച്ചു. ഇതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും. അപ്പോൾ ഈ ജഡത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. നമ്മുടെ സ്വയത്വം എന്ന് തകരുന്നുവോ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സ്വയത്വം എന്ന് ഇടിച്ചു കളയുന്നുവോ അത് ആരിടിക്കണം? പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ? ഇല്ല, ഞാൻ തന്നെ. ഇവൻ വചനത്തിൽ വായിക്കുന്ന യോഷിയാവ് തന്നെത്താൻ എന്ത് ചെയ്തു? സ്തോത്രം. പുറത്തുനിന്ന് ആരും വരുമെന്ന് ചിന്തിക്കരുത് പ്രിയമക്കളെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇതുപോലെയുള്ള ദൈവവൃത്യന്മാരിലൂടെ അല്ലെങ്കിൽ നമ്മളോട് ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളിലൂടെ, കൂടെ നടക്കുന്നവരിലൂടെ, കൂട്ടു സഹോദരനിലൂടെ, ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ, മക്കളിലൂടെ, ആരിലൂടെയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും, നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. നീ അതെങ്കിലും കേട്ടൊന്ന് മനസ്സന്തരപ്പെടുവാൻ വേണ്ടിയാണ് പരിശുദ്ധ ദൈവം ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം കേട്ട് നീ മനം തിരിയാതെ പോയാൽ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം കേട്ടിട്ടും നീ മനം തിരിയാതെ പോയാൽ പരിശുദ്ധ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്മേൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരൊറ്റ കാര്യം നമുക്ക് വായിക്കാം. 33-ാം അധ്യായം 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇവന്റെ അപ്പുപ്പനെ കുറിച്ച്, യോശിയാവിന്റെ അപ്പുപ്പനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. മനശ്ശെ എന്നവന്റെ പേര്. യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ആകയാൽ യഹോവ അശൂർ മതി. ഇവിടെ അതിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവ മനശ്ശെയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവരെന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ നിസ്സാരം. സ്തോത്രം. ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാ.
ആമേ സ്തോത്രം. വചനമല്ല, ബൈബിളല്ല, നമ്മുടെ കരത്തിലില്ലേ? ആമേ സ്തോത്രം. വായിച്ചു നോക്കിയും ആമേ പറഞ്ഞു കേട്ടും ഒക്കെ എത്രയോ വട്ടം കേട്ടിരിക്കുന്ന കാര്യങ്ങളാ എന്ന് പറഞ്ഞുകൊണ്ട് അത് വെറും നിസ്സാരമായി അവൻ തള്ളിക്കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. മനശ്ശെ ആമേ അതിലൊന്നും ശ്രദ്ധിച്ചില്ല. ആമേ സംഭവിച്ചത് എന്താണെന്നറിയാമോ? കുറേ കാലം ഇവൻ എത്ര വർഷത്തോളം ഈ ഇസ്രായേൽ ഭരിച്ചിട്ടുണ്ടെന്നറിയോ? അതിന്റെ 33-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വന്നേ. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. 55 സംവത്സരം യെരൂശലേമിൽ വാണൊരു മനുഷ്യനാണ്. 55 സംവത്സരം ആമേ ചെയ്യാൻ പറ്റുന്ന എല്ലാ ദോഷപ്രവർത്തികളും ചെയ്തു പോയൊരു മനുഷ്യനാണ്. എല്ലാ ദോഷപ്രവർത്തികളും, ഈ ദോഷങ്ങളെല്ലാം ചെയ്യുമ്പോഴും പരിശുദ്ധ ദൈവം, യഹോവയായ ദൈവം അവനോട് പലരിലൂടെയും സംസാരിച്ചു പോയിക്കൊണ്ടിരുന്നു. പ്രവാചകന്മാരില്ലാഞ്ഞിട്ടല്ല, ദർശകന്മാരില്ലാഞ്ഞിട്ടല്ല. ആമേ സ്വതം പലരും സംസാരിക്കുന്നത് ആമേ മനശ്ശെ കേട്ടിരുന്നില്ല. അവനത് നിസ്സാരവൽക്കരിച്ച് അവൻ പോയിക്കൊണ്ടിരുന്നു. പ്രിയമക്കളെ, ഹല്ലേലൂയ. എന്നാൽ ദൈവം കുറച്ചു കാലത്തോളം അതൊന്നും ശ്രദ്ധിക്കാതെ അവനെങ്ങനെ വിട്ടിരുന്നു കേട്ടോ. നമ്മൾ ആമേ പലതൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ ആമേ സ്തോത്രം ചിലപ്പോൾ ആ ആഴ്ചയിൽ ഒരു വലിയ നന്മ വന്നെന്നിരിക്കാം. കാരണം എന്താണെന്നറിയാമോ? തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശത്രുവുണ്ട്, ഒരു ശക്തിയുണ്ട്. നീ ആ തെറ്റിൽ നിന്ന് പിന്തിരിയരുത്. നീ ആ തെറ്റ് തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം. നിന്നെ ഒരിക്കലും ദൈവത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു വിടാതെ വണ്ണം. നമ്മൾ എങ്ങനെ ആശ്വസിക്കുന്നത്? ദൈവമാണ് നമ്മളെ നടത്തുന്നതെന്ന് സ്വയം ആശ്വസിക്കുന്ന മേഖല എന്തൊക്കെയെന്നറിയാമോ? തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കത്തില്ല. നന്മയുണ്ടാകും. ആമേ സ്തോത്രം. നന്മയുണ്ടാകും, കരത്തിൽ നന്മയുണ്ടാകും, ചിന്തിക്കുന്ന കാര്യം നടക്കും. തെറ്റ് ചെയ്തു പോകുമ്പോൾ കേട്ടോ പ്രിയമക്കളെ, ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് കേട്ടോ. തെറ്റ് ചെയ്ത് പോകുമ്പോഴും നമ്മുടെ വഴികളൊന്നും അടഞ്ഞു പോകത്തില്ല. നമ്മുടെ ആമേ നന്മ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി കുറവ് വരുന്നില്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ സ്വയം നമ്മൾ ചിന്തിക്കും, ആമേ സ്തോത്രം, കുഴപ്പമൊന്നുമില്ല. ആമേ ദൈവം ഇതൊക്കെയും ആമേ കാണാതെ വണ്ണം അല്ലെങ്കിൽ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് സ്വന്തം ജീവിതം കൊണ്ട് നമ്മൾ ആമേ നോക്കും. ആമേ ഇവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. കുറച്ച് കാലം പരിശുദ്ധ ദൈവം ഇതൊക്കെ അനുവദിച്ചു തരും. ഈ മനശ്ശെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 3-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇവൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ദോഷപ്രവർത്തികളും ചെയ്തു. അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു. അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും അവൻ തന്റെ പുത്രന്മാരെ ബെൻഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് വന്നില്ല. ഇതെല്ലാം ചെയ്തു പോകുമ്പോഴും അവൻ്റെ ആഹാര കാര്യത്തിനൊരു കുഴപ്പമില്ല, ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല, അവന് ഭണ്ഡാരത്തിലേക്ക് വരുന്ന നന്മകൾക്ക് കുഴപ്പമില്ല, ആമേ പൊന്നിനും വെള്ളിക്കും കുഴപ്പമില്ല, ആമേ സ്തോത്രം അവൻ്റെ മക്കൾക്കൊരു കുഴപ്പമില്ല, ആമേ സ്തോത്രം കുടുംബ ജീവിതം വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആമേ സ്തോത്രം മനസ്സ് കരുതി, ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ അവൻ സേവിക്കുന്ന ദൈവമാണ് ആമേ സ്തോത്രം ഏറ്റവും ശ്രേഷ്ഠനെന്ന് കല്ലിലും മണ്ണിലും മരത്തിലും ആശ്രയിച്ചു. അശേര പ്രതിഷ്ഠകൾ ഉണ്ടാക്കി ബെൻഹിന്നോം താഴ്വരകളിൽ തന്റെ മക്കളെ ആമേ സ്തോത്രം ആമേ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തികൾ ഈ മനുഷ്യൻ ചെയ്തു പോകാൻ തുടങ്ങി. ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന ഒന്നും പറ്റുന്നില്ലല്ലോ, ഞാൻ അതിലേക്ക് ചെയ്തിട്ടും എനിക്കൊരു ദോഷം വരുന്നില്ലല്ലോ. അനുശോധനം ഞാൻ ചിന്തയാണ് സാത്താൻ കൊടുക്കുന്നത്. വരും 100% ഞാൻ എഴുതി വെച്ച് തരാ പ്രതി മക്കളെ, വരും. ആമേ പെട്ടെന്നൊന്നും അതുണ്ടാകും. 1 വർഷം കഴിഞ്ഞ് വന്നില്ല, 15 വർഷം തെറ്റല്ല എന്ന് വരത്തില്ല പ്രിയ മക്കളെ. തെറ്റ് ചെയ്യുന്നവന് 7 തെറ്റിനുള്ള ശിക്ഷ വരും.
അതാര് തന്നെയാണെങ്കിലും വരും. രാജാക്കന്മാർക്ക് വരും, ദരിദ്രന് വരും, അവന് കുപ്പയിൽ കിടക്കുന്നവന് വരും, എളിയവന് വരും, ഉയർന്നവന് വരും, പണ്ഡിതന് വരും, പാമരന് വരും. ഏത് വിഭാഗത്തിൽ പെടുന്ന വ്യക്തിത്വമാണെങ്കിലും അത് തേടി വരുമെന്ന് ഈ പുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ്. കാരണം സ്വന്തം ഇവിടെ ഇതൊക്കെയും ചെയ്തിട്ടും മനുഷ്യക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും സംഭവിച്ചില്ല. അവനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നു. 10ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: എങ്കിലും അവനോട് സംസാരിച്ചിട്ടും അവന്റെ മനം എന്ത് ചെയ്തില്ല? തിരിഞ്ഞില്ല. ഹൃദയത്തിനൊരു മാറ്റം വന്നില്ല. അവനതൊന്നും ശ്രദ്ധിക്കാതെ പോയിക്കൊണ്ടിരുന്നു. ക്ഷുദ്രക്കാരെ വരുത്തി, വെളിച്ചപ്പാടന്മാരെ വരുത്തി. അവൻ ആലോചന ചോദിക്കുന്നതെല്ലാം സമയവും മുഹൂർത്തവും നോക്കിയിട്ടാണ്. പലതിലും അവൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. നമ്മള് ദൈവത്തോട് കൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട്, അങ്ങനെയൊക്കെ പ്രവർത്തിച്ച്, അങ്ങനെ സംസാരിച്ചിട്ടും ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ദൈവത്തിന് മുമ്പിൽ നിന്ന് എനിക്കൊരു ദോഷം വരണ്ടേ? എന്നെ ദൈവം നീതീകരിച്ച് നടത്തുന്നതല്ലേ? ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ടെക്നിക്ക്. കേട്ടോ പ്രിയമക്കളെ, ദൈവവും നിന്നെ അല്പമായിട്ട് ഒന്ന് നോക്കുകയാണ്. ഒന്നും നിനക്ക് വരുന്നില്ല എന്ന് കരുതിക്കൊണ്ട് തെറ്റല്ലാതായി പോകുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണം അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ വചനങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി നിവർത്തീകരിക്കപ്പെടും. അതിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇവൻ ഇതെല്ലാം ചെയ്ത് ഇങ്ങനെയെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 11ാം വാക്യം, 33-ാം അധ്യായത്തിന്റെ 11ാമത്തെ വാക്യം, ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി. അവർ മനശ്ശെയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. കൊളുത്തുകളാൽ പിടിച്ചു. അവന്റെ ശരീരത്തിൽ അവന്റെ സ്വന്തം മാംസത്തോടും അവന്റെ തൊലിയോടും ചേർത്ത് കൊളുത്തി ചങ്ങലകളിൽ അവനെ തൂക്കിയെടുപ്പാൻ ഇടയായി തീർന്നു. അവനെ കൊളുത്തുകളാൽ അവനെ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കൊളുത്തും ചങ്ങലകളും കൊണ്ട് മനശ്ശെയെ പിടിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, 5 വർഷമായിട്ട് കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മനശ്ശെയെ ഒരു ദിവസം പരിശുദ്ധ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അശ്ശൂർ രാജാവിന്റെ സേന അവന്റെ അടുക്കൽ കടന്നു വന്നു. വിരോധിക്കാനോ പ്രതിരോധിക്കാനോ പറ്റാത്ത നിലവാരത്തിൽ അത്രത്തോളം സൈന്യത്തിൽ ദൈവം അവന്റെ രാജ്യത്തിലേക്ക് ഇടിച്ചു കയറ്റി. ഇവന് നല്ല മിലിറ്ററി ഫോഴ്സ് ഉണ്ട്, ഇവന് നല്ല പട്ടാളമുണ്ട്. രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തക്ക വിധത്തിൽ ആയുധധാരികളായ ബ്ലാക്ക് ക്യാറ്റ്സുകളൊക്കെ ല്ലായിരുന്നു. നിന്റെ ശക്തിയല്ലായിരുന്നു, നിന്റെ തികവല്ലായിരുന്നു, നിന്റെ ജ്ഞാനമല്ലായിരുന്നു. എന്റെ കരം ഇത്രത്തോളം നാളും നിനക്ക് വേണ്ടി ഒരു അവധി പ്രഖ്യാപിച്ചിരുന്നതാ. പലവട്ടം ഞാൻ സംസാരിച്ചിട്ടും നീ അത് കേൾപ്പാൻ തക്കവിധം നിന്റെ ചെവി തന്നില്ല. ഇപ്പോഴിതാ ഞാൻ നിന്നെ വിട്ടുകളയുകയാണ്. പലവട്ടം അവനോട് സംസാരിച്ചിട്ടും അവനത് കേൾപ്പാൻ മനസ്സില്ലാതെ വണ്ണം അവൻ്റെതായ വഴികളിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പ്രിയമക്കളെ, പിന്നത്തേതിൽ പരിശുദ്ധ ദൈവം തന്നെ ഒരു വഴി കേൾപ്പിച്ചു കൊടുത്തു. ആർക്കാ? അശ്ശൂർ രാജാവിൻ്റെ സൈന്യത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവര് പിടിച്ച വിധം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്വന്തം വെറും ചൂണ്ടലിട്ട് പിടിക്കുന്നത് പോലെ കൊളുത്തെറിഞ്ഞ് ചങ്ങലകളാൽ അവനെ പിടിച്ചു ബന്ധിച്ചു. കൊളുത്തുകളാലും ചങ്ങലകളാലും മനശ്ശെയെ പിടിച്ച് ബന്ധിച്ച് സ്വന്തം അകത്തളത്തിൽ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോയി. അവിടെ കിടന്നപ്പോൾ ഞാൻ പറയുന്നത്, ഭീകരമായി ഇത്രത്തോളം പാപം ചെയ്ത വ്യക്തിത്വമാണ്. പ്രശ്നം നോക്കുന്നവന്, ലക്ഷണം നോക്കുന്നവന്, ആഭിചാരം ചെയ്യുന്നവന്, മന്ത്രവാദം ചെയ്തിരുന്നവന്, സ്വന്തം മുഹൂർത്തം നോക്കുന്നവന്, സ്വന്തം ദൈവത്തിന്റെ ആലയത്തിനകത്തളത്തിൽ സകലവിധമായ അശേര പ്രതിഷ്ഠകളും പ്രതിഷ്ഠിച്ചവന്. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. അവിടെയാ ദൈവപ്രവൃത്തി. പ്രിയമക്കളെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് സ്വതം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ മാറാതിരിക്കുന്നു എങ്കിൽ പരിശുദ്ധ ദൈവം അവിടെയും എവിടെയും എല്ലായിടത്തും ഉണ്ട്. പ്രിയമക്കളെ, നമ്മുടെ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുന്നവനാ ദൈവം. ഇതുവരെയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതെന്ത്? സ്വയത്തിൽ കിടക്കുന്ന ഈ ജഡത്തുമേൽ കിടക്കുന്ന എന്തെങ്കിലും അതിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് രാത്രിയിൽ എൻ്റെ ശബ്ദത്തിന്റെ മധ്യത്തിൽ നിങ്ങളൊന്ന് സമർപ്പിക്കാൻ തയ്യാറാണ്
തയ്യാറെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ നടത്താതെ വണ്ണം ശത്രു ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകളെ ഇന്ന് രാത്രികാലം പരിശുദ്ധ ദൈവം നിനക്ക് മുമ്പാകെ നടത്തിത്തരുന്ന രാത്രി എന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാ. പരിശുദ്ധ ദൈവം അത് ചെയ്യും. ആമേ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേ. ഇവിടെ കാണാൻ സാധിക്കുന്നത് 12, 13 കൂടി ഒന്ന് ചേർത്ത് വായിച്ചേ. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. 12-ാം വാക്യം. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. അവൻ സ്തോത്രം. കഷ്ടത്തിലായപ്പോൾ, അപ്പൊ ഒരു കഷ്ടം വരുത്തി ദൈവം. എന്തിനു വേണ്ടിയാ? യഹോവയായ ദൈവത്തിലേക്ക് ഇവൻ തിരിയേണ്ടതിനായി. അതുവരെ കഷ്ടപ്പെടുത്തിയില്ല കേട്ടോ. കഷ്ടപ്പാടില്ല എന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതിക്കൊണ്ട് ആരും പോകല്ല പ്രിയ മക്കളെ. കഷ്ടം വരും. നിനക്ക് സഹിക്കാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ചില കൊളുത്തുകൾ നിന്റെ സ്വന്തം ജീവിതത്തിൽ വെളിപ്പെടും. നിനക്ക് ഊരിപ്പോരാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ചങ്ങലകൾ നിന്റെ ജീവിതത്തിന്മേൽ സ്വന്തം വരിഞ്ഞു മുറുക്കുവാൻ ഇടയായിത്തീരും. അവൻ കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. കേട്ടോ, ഇങ്ങനെ കഷ്ടം വരുമ്പോൾ അവൻ സേവിച്ചിരുന്ന ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രിയ മക്കളെ. സ്വതം അങ്ങനെയല്ല. 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് അശേര പ്രതിഷ്ഠകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സ്വതം ഒരുപാട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയവനാ. സ്വതം പലതിനെ പല സ്ഥലത്തും പ്രതിഷ്ഠിച്ചതാ. പക്ഷേ ഒരു കഷ്ടം വന്നപ്പോൾ രക്ഷിക്കാനൊന്നും അവരൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. സ്വതം ഒരു കഷ്ടം വരുമ്പോൾ നിന്നെ രക്ഷിക്കാൻ കൂടെ വരുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു. സ്വതം നല്ല കാലത്ത് നിന്റെ നന്മകളെ നിന്നിൽ നിന്ന് അപഹരിച്ചെടുത്തുകൊണ്ട് നിന്റെ കുടുംബത്തെ തകർത്തു കളയാൻ ഒത്തിരി ദൈവങ്ങളുണ്ടാകും. പക്ഷെ ആ ദൈവങ്ങളുടെ കൂട്ടത്തിലല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന കർത്താവായ യേശു. നിനക്കൊരു കഷ്ടം വരുമ്പോൾ നീ ഒന്ന് വിളിച്ചപേക്ഷിക്ക, അവൻ നിനക്ക് ഉത്തരമരുളുമെന്ന് വിശുദ്ധ വേദപുസ്തകം ആഴമായി പഠിപ്പിക്കുകയാ. നിങ്ങളെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചെന്ത് ചെയ്യുക? ഏതെങ്കിലും ദൈവങ്ങൾ പറയാറുണ്ടോ? പറയുന്ന ഒരുത്തനേ ഉള്ളൂ, മനുഷ്യന്റെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യന്റെ ദൈവം. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിതാവായ ദൈവം തൻ്റെ മക്കളോട് വിളിച്ചു പറയുന്നത്, കഷ്ടകാലത്ത് നിനക്കൊരു കഷ്ടം വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സേവിച്ച പല ദൈവങ്ങളും മുഖം തിരിക്കാതെ വണ്ണം നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിനക്കൊരു കഷ്ടം വരുമ്പോൾ നീ അപ്പന്റെ മുഖത്തേക്കൊന്ന് നോക്ക, നീ യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്ക. അവൻ നിന്നെ തള്ളിക്കളയത്തില്ല, അവൻ നിന്നെ കൈവിട്ട് കളയത്തില്ല. മരണമുഖത്തു നിന്ന് പരിശുദ്ധ ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുവാനിടയായി തീരും. മനസ്സ് ചുറ്റും നോക്കി പ്രിയ മക്കളെ, കൊളുത്തുകളാൽ ബന്ധിക്കപ്പെട്ട കടന്നു പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ നാളുകളിലെല്ലാം സേവിച്ചത് ആരാധിച്ചത് ആ ദൈവങ്ങളെവിടെ? സ്വന്തം നോക്കിയപ്പോൾ ഒരു ദൈവത്തെയും കണ്ടില്ല. അവൻ കഷ്ടത്തിലായ സമയത്ത് തന്നെ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുന്ന യഹോവയോട് ഈ ദൈവത്തോട് അടുക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? താഴ്ത്തണം. അവിടെയാണ് സംഭവം. മറ്റു ദൈവങ്ങളുടെ മുമ്പിൽ അങ്ങനെ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പ്രീസലോ, ഏതു വിധേനയും സഞ്ചരിക്കാം. സ്വതം എങ്ങനെയും പ്രവർത്തിക്കാം, അശുദ്ധിയിൽ ജീവിക്കാം. സ്വതം നമുക്ക് ഇഷ്ടപ്പെട്ട ദുർമാർഗങ്ങളിലൂടെ കടന്നു പോകാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ നീ വിശുദ്ധനായിരിക്കണം, തന്നെത്താൻ താഴ്ത്തണം. സ്വതം ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. വിശുദ്ധിയോടെ തിരുമുഖത്തേക്ക് നീ ഒന്ന് നോക്കണം. നിന്റെ ജീവിതത്തിൽ സമാധാനം തരും. എന്താണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? അതിനെ പരിശുദ്ധതയും നിനക്ക് മടക്കിത്തരും. ഒരപ്പൻ്റെ സംരക്ഷണം, സ്വതം ഒരപ്പൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ ദൈവം നൽകി തരുവാനിടയായി തീരും. ഹല്ലേലൂയ. വേഗത്തിൽ പോകാം. അപ്പോൾ ഇവിടെ വായിക്കുന്ന 12-13. കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേം
പുറത്തു വെച്ച് കൂട്ടുകെട്ടുകാരാൽ നിലനിൽക്കുന്നത് പരിശുദ്ധ ദൈവം നിന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാണെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാണ്. അവന്റെ കരത്തിന്റെ കരുതലാണ്, അവന്റെ എത്ര വയസ്സുകാരനാ? 8 വയസ്സുകാരൻ. 8 വയസ്സുകാരൻ നല്ലത് പ്രവർത്തിക്കാൻ തുടങ്ങി. 34:3 ആമേൻ സ്തോത്രം വായിച്ചു. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദായെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. ഇവൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അപ്പനായിരിക്കുന്ന മനുഷ്യൻ പല ദോഷപ്രവൃത്തികളും ചെയ്തു. ന്യായപ്രമാണം തന്നെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് ഈ പുസ്തകം നമ്മുടെ കരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് ശരിയാണ്, ഇത് പാപമാണ്, ഇത് പാപമല്ലാത്തതാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ പുസ്തകമുള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നോക്കട്ടെ, 8 വർഷം കഴിഞ്ഞു. ഇവന്റെ വാഴ്ചയുടെ 8-ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ ഇവന്റെ അപ്പനായിരിക്കുന്ന ആമോൻ 2 വർഷം, ഒരു 10 വർഷം കൂട്ടിക്കോ. മനശ്ശെ പിന്നെയും പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും 10 വർഷം ഒന്നുമില്ലായിരുന്നു. ചില നന്മകൾ ഇരിക്കുന്ന സ്ഥലത്തിലെ നന്മകൾ ഒന്ന് വീതിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആലയത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി തുറന്നപ്പോൾ അതിനകത്തിരിക്കുന്നു ന്യായപ്രമാണ പുസ്തകം. വായിച്ചു. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ മതി, എന്റെ മുമ്പിൽ സമയക്കുറവാണ്. അപ്പൊ ഈ പുസ്തകം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. രാജാവ് വസ്ത്രം കീറി. എന്റെ ദൈവമേ, കാരണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരമല്ലായിരുന്നു അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം യോശിയാവ് വസ്ത്രം കീറി. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ആമേൻ സ്തോത്രം, ഇതിന് പ്രത്യുപകാരം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പാകെ നടക്കേണ്ടതെന്ന് ചോദിക്കേണ്ടതിനായി ദൈവത്തിന്റെ പ്രവാചകൻ ആരെങ്കിലും ഉണ്ടോ, ദൈവികമായ ഒരു അരുളപ്പാട് വേണമല്ലോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ ആമേൻ സ്തോത്രം ഒരു പ്രവാചകിയെ അവിടെ കാണുന്നുണ്ട്. ആ പ്രവാചകി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ജീവിതത്തിൽ ശാപം വരേണ്ടതാണ്. കഴിഞ്ഞ നാളുകൾ പൂർവ്വ പിതാക്കന്മാരായി ചെയ്തു പോയിരിക്കുന്ന തിന്മ പ്രവർത്തികൾക്ക് തലമുറകളോളമായിട്ട് ശാപം വന്ന് വീഴേണ്ട സാഹചര്യത്തിൽ നീ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തിയതുകൊണ്ട് പരിശുദ്ധ ദൈവ ശാപത്തെ മാറ്റുകയാണ് കേട്ടോ പ്രിയമക്കളെ. വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് അത് നന്നായിട്ടൊന്ന് വായിക്കണം. അതിൻ്റെ 21-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ വാക്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരാ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള വചനം വായിച്ച് ഗ്രഹിച്ചപ്പോൾ കേട്ടോ പ്രിയമക്കളെ, എന്നും ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നവൻ തെറ്റിപ്പോകത്തില്ല. അവൻ ദൈവഭയത്തിൽ ജീവിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കും.
ആമേൻ, സ്തോത്രം. അവൻ ആരെയും നോക്കത്തില്ല പ്രിയമക്കൾ. ഈ പുസ്തകത്തിനകത്തളത്തിൽ നമ്മുടെ ജീവന്റെ വചനങ്ങളുണ്ട്. നിത്യജീവനിലേക്കുള്ള നമ്മുടെ നടത്തിപ്പ് പുസ്തകത്തിനകത്തളത്തിലുണ്ട്. വചനം പറയുന്നത് നിന്റെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവും തരുന്നതാണ്. ആമേൻ, സ്തോത്രം. എന്നും ദൈവവചനം വായിച്ചു ധ്യാനിക്കുന്ന ദൈവമനുഷ്യ, നീ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. നിന്റെ മുമ്പിൽ പ്രതിവാദം പറയാൻ ഉണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ ആമേൻ ഭരിച്ചു വഴി നടത്തിക്കൊണ്ടിരിക്കുമെന്ന് ആത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ദൈവികമായ പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ കാണാൻ സാധിക്കുന്നത്, അവരത് വായിച്ചു കേട്ടപ്പോൾ ആമേൻ, സ്തോത്രം, അവരുടെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, രാജാവ് ഭയപ്പെട്ടു. രാജാവ് വസ്ത്രം കീറി. അങ്ങനെ ആ പ്രവാചകി പറഞ്ഞ വാക്യമാണ് ആമേൻ, സ്തോത്രം, നമ്മളിവിടെ വായിച്ച് ആമേൻ, സ്തോത്രം, കുറിവാക്യമായിട്ട് എടുത്തത്. ഒന്ന് വായിക്കാം, 27-ാമത്തെ വാക്യം. ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. യോശിയാവേ, ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങൾ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞു. നീ അവന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്തത് കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എപ്പോഴാണ് നിന്റെ ബുദ്ധിയെ തുറന്ന് ഈ വചനം നിനക്ക് മനസ്സിലാകത്തക്ക നിലവാരത്തിൽ കേൾക്കുന്നത്? ആ സെക്കൻഡിൽ നിന്റെ ഹൃദയത്തെ നീ തന്നെ താഴ്ത്തണം. മറ്റാരും വരത്തില്ല പ്രിയമക്കളെ. എൻ്റെ ഹൃദയത്തെ ഞാൻ തന്നെ താഴ്ത്തണം. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ തന്നെ താഴ്ത്തണം. അപ്പന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലുമ്പോൾ അവൻ നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളാൻ തുടങ്ങും. നിന്റെ പരാജയങ്ങൾ വിജയമായി തീരാൻ തുടങ്ങും. നിന്റെ ഹൃദയത്തിൽ ഇന്ന് വരെ നീ അനുഭവിക്കാത്ത ആശ്വാസം, ഇന്ന് വരെ നീ അനുഭവിക്കാത്ത സമാധാനം, വീട്ടിനകത്ത് നിത്യരക്ഷയുടെ വെളിച്ചം, അതൊക്കെയും നമുക്ക് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ പരിശുദ്ധ ദൈവം സഹായിക്കും. നീ എവിടെ താഴ്ന്നുകൊണ്ടിരിക്കുന്നുവോ അവിടെ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. നീ എവിടെ അധികാരമില്ലാത്തവനായി തീരുന്നുവോ അവിടെ നിന്നെ ദൈവം അധികാരപ്പെടുത്തും. ഹല്ലേലൂയ. 3 തലമുറ അപ്പൻ ചെയ്തതുപോലെ ആമോൻ താഴ്ത്താതിരുന്നപ്പോൾ ആമോന്റെ ജീവിതം 2 സംവത്സരം കൊണ്ട് തീർന്നു പോകാനിടയായി തീർന്നു. മനുഷ്യർ പാപം ചെയ്തെങ്കിലും തന്നെത്താൻ താഴ്ത്തി അവൻ ദൈവത്തോട് നിലവിളിച്ചു. യഹോവ തന്നെയാണ് ദൈവം എന്ന് അവന് ബോധ്യമായി തീർന്ന സമയം തെറ്റിൽ നിന്ന് അവൻ പിന്തിരിയുവാനിടയായി തീർന്നു. അവന്റെ ചെറുമകനായിരിക്കുന്ന യോശിയാവ് അധികാരത്തിലേക്ക് വന്നപ്പോൾ ഈ അപ്പന്മാർ ചെയ്തിരുന്ന പാപപ്രവർത്തികളെ മുഴുവനായും രാജ്യത്തിൽ നിന്ന് തുടച്ചു മാറ്റി. അവനെ യഹോവയ്ക്ക് മുമ്പാകെ തന്നെ താൻ താഴ്ത്തി. ന്യായപ്രമാണത്തിന് മുമ്പാകെ വിധേയപ്പെട്ടു. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ദോഷത്തിന് കാരണമായി തീരരുതേ. അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. പരിശുദ്ധ ദൈവം അവന്റെ അപേക്ഷ കേട്ടു. അവനും അവന്റെ കുടുംബത്തിനുമെല്ലാം ഒരു ന്യായം നടത്തിക്കൊടുത്ത് ദൈവം നടത്തുവാനിടയായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധ ദൈവം നമ്മളെ ശാന്തമായിട്ടൊന്ന് ശ്രദ്ധിപ്പിക്കുകയാണ്. സ്വയത്തിൽ ഇടിച്ചു കളയാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ കിടക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ ഓർമ്മ വന്നാൽ, അപ്പാ, ഇതാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് കാരണം, എൻ്റെ പ്രതിസന്ധികൾക്ക് കാരണം ഇതാ. ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. താഴ്ത്തുന്ന കർത്താവേ, ആത്മാവിൽ പുതുബലവും ദൈവശക്തിയും അങ്ങയുടെ ജനത്തെ ധരിപ്പിച്ച് അണിയിച്ച് സ്വർഗത്തിലെ ദൈവം നടത്തുമാറാകണം. വിശേഷാൽ കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ